നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 29-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ദുരുപയോഗം തടയാനും ടിക്കറ്റ് വിതരണത്തിലെ ക്രമക്കേടുകളൊക്കെ തന്നെ ഒഴിവാക്കാനുമായിട്ട് പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക യാത്രാ കാർഡുകൾ നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത ശേഷം ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പരാതികൾ ഗതാഗത വകുപ്പിന് ലഭിച്ച സാഹചര്യത്തിൽ പദ്ധതി കൃത്യമായി നിരീക്ഷിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ കാർഡ് സംവിധാനം പ്രായോഗികമായിട്ട് നടപ്പാക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം പ്രതിദിനമാകട്ടെ ശരാശരി 12 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതി ഉപയോഗിക്കുന്നുണ്ടെന്നും മാത്രമല്ല സംസ്ഥാനത്തെ ഏകദേശം 1.25 കോടിയോളം വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളതിനാൽ തന്നെ എല്ലാവർക്കും കാർഡ് വിതരണം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമായിട്ട് മാറുകയും ചെയ്യും. ഇതിനു പുറമെ ഒരു കാർഡ് നിർമ്മിക്കാനായിട്ട് ഏകദേശം 40 രൂപ ചിലവ് വരുമെന്നിരിക്കെ ആധാർ വിവരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഓരോ കാർഡും വിതരണം ചെയ്യാൻ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വേണ്ടിവരുമെന്നും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ജീവനക്കാരോ നിലവിൽ ഡിപ്പോകളിൽ ലഭ്യമല്ലെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കാർഡ് സംവിധാനം നിലവിൽ വന്നാൽ തന്നെ ഒരാളുടെ കാർഡ് മറ്റൊരാൾ കൈമാറി ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ ദുരുപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാകില്ലെന്നും അതിനാൽ ഇതിനേക്കാൾ കാര്യക്ഷമമായിട്ടുള്ള മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തേണ്ടതുണ്ടോ എന്നും ഗതാഗത വകുപ്പ് ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സെൻസസ് നടപടികളുടെയൊക്കെ തന്നെ ആദ്യഘട്ടം സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും അനുബന്ധ വിവരശേഖരണവുമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. നിങ്ങളുടെ വീടുകളിലും ഇതിനോടകം തന്നെ ഇതിനായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. താമസ സ്ഥലങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ കുറിച്ച് 34ഓളം നിർണായക ചോദ്യങ്ങളും മറ്റ് കെട്ടിടങ്ങളെ സംബന്ധിച്ച് 6ഓളം ചോദ്യങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ചോദിച്ചറിയുന്നത്. ലഭ്യമാക്കുന്ന വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ അത് രേഖപ്പെടുത്തുന്നത് എന്നതിനാൽ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ച് പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. വിജയകരമായി പുരോഗമിക്കുന്ന ഈ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും പ്രധാനപ്പെട്ട ജനസംഖ്യ കണക്കെടുപ്പ് നടത്തപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, BS6 വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുന്നൊരു പുതിയ തീരുമാനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. വാഹനങ്ങളുടെ മലിനീകരണ പരിശോധന PUCC നിയമങ്ങളിലൊക്കെ തന്നെ വൻ ഇളവുകൾ വരുത്താനുള്ള ഒരു കരട് നിർദ്ദേശം മന്ത്രാലയം പുറത്തിറക്കി കഴിഞ്ഞു. ഇത് പ്രകാരം നിർമ്മിച്ച് 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങൾക്ക് ഇനി മുതൽ 3 വർഷത്തിലൊരിക്കൽ മാത്രം PUC സർട്ടിഫിക്കറ്റ് എടുത്താൽ മതിയാകും. നിലവിൽ ഇത് ഓരോ വർഷവും പുതുക്കേണ്ട സ്ഥാനത്താണ് ഈ പുതിയ മാറ്റം വരുന്നത്. പരിസ്ഥിതിക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം മലിനീകരണം ഉണ്ടാക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനാലാണ് ഉടമകൾക്ക് ഇടയ്ക്കിടെ പരിശോധനാ കേന്ദ്രങ്ങൾ കയറിയിറങ്ങി സമയവും പണവും ഒക്കെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ വാഹനങ്ങളുടെ പഴക്കത്തിനനുസരിച്ച് പരിശോധനാ കാലയളവിൽ വ്യത്യാസമുണ്ടാകും. 6 മുതൽ 10 വർഷം വരെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് നിശ്ചിത ഇടവേളകളിലും 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവയ്ക്ക് ഓരോ 6 മാസത്തിലും പരിശോധന നിർബന്ധമായിരിക്കും. അതേസമയം പഴയ വാഹനങ്ങൾക്ക് കൂടുതൽ കർശനമായ നിയമങ്ങളാണ് നൽകിയിട്ടുള്ളത്. 2017-നും 2020-നും ഇടയിൽ നിർമ്മിച്ച BS4 വാഹനങ്ങൾ 6 മാസത്തിലൊരിക്കലും, അതിലും പഴയ BS1, BS2, BS3 വിഭാഗങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾ 3 മാസത്തിലൊരിക്കലും മലിനീകരണ പരിശോധന നടത്തേണ്ടി വരും. 2020-ൽ ഇന്ത്യ നേരിട്ട് സ്വീകരിച്ച BS6 എഞ്ചിനുകളുടെയൊക്കെ തന്നെ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള സ്വഭാവമാണ് ഈ പുതിയ ഇളവുകൾക്ക് അടിസ്ഥാനമെങ്കിലും ഇതൊരു കരട് നിർദ്ദേശം മാത്രമാണെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച ശേഷമേ അന്തിമ ഉത്തരവ് പ്രാബല്യത്തിൽ വരികയുള്ളൂവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരും ദിവസങ്ങളിൽ വീടുകളിൽ LPG സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന മാറ്റങ്ങളും പുതിയ വിവരങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. വീടുകളിൽ പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക കണക്ഷൻ PNG കണക്ഷൻ ഉള്ളവർ LPG സിലിണ്ടർ നിർബന്ധമായിട്ടും ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ 2 കണക്ഷനുകളും ഒരുമിച്ച് കൈവശം വയ്ക്കാനായിട്ട് അനുമതിയില്ലാത്തതിനാൽ തന്നെ നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ LPG സറണ്ടർ ചെയ്തില്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ കാരണം പുതിയ സിലിണ്ടർ ബുക്കിങ്ങിന് നിലവിൽ നിയന്ത്രണങ്ങളുണ്ട്. ഗ്രാമീണ മേഖലകളിൽ 45 ദിവസത്തിന് ശേഷവും നഗരമേഖലകളിലൊക്കെ തന്നെ 25 ദിവസത്തിന് ശേഷവും മാത്രമേ അടുത്ത സിലിണ്ടറിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കൂ. ഇത് പുതിയ കണക്ഷൻ എടുക്കുന്നവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടാതെ സബ്സിഡിയും കണക്ഷനും തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഉപഭോക്താക്കൾ ഗ്യാസ് കണക്ഷൻ ബുക്കും അതോടൊപ്പം തന്നെ ആധാറുമായി ഏജൻസിയിൽ എത്തിയോ അല്ലെങ്കിൽ ഔദ്യോഗിക മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ വഴിയോ
കൂടാതെ സബ്സിഡിയും കണക്ഷനും തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഉപഭോക്താക്കൾ ഗ്യാസ് കണക്ഷൻ ബുക്കും അതോടൊപ്പം നിങ്ങളുടെ ആധാറുമായിട്ട് ഏജൻസിയിൽ എത്തിയോ അല്ലെങ്കിൽ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ ബയോമെട്രിക് മസ്റ്ററിംഗ് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിലും ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നടപടി വന്നിരിക്കുകയാണ്. ബുക്ക് ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിക്കുന്ന എക്സ്ട്രാ ലൈറ്റ് നൗ 10 കിലോഗ്രാം കോമ്പോസിറ്റ് സിലിണ്ടറുകളും 5 കിലോഗ്രാം ചോട്ടോ സിലിണ്ടറുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാരം കുറഞ്ഞതും തുരുമ്പ് പിടിക്കാത്തതും ഉള്ളിലെ ഗ്യാസിൻ്റെ അളവ് പുറത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതുമായിട്ടുള്ള ഈ സുതാര്യ സിലിണ്ടറുകൾ പാചകവാതക വിതരണ രംഗത്ത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് സ്പെഷ്യൽ അരി, അധിക റേഷൻ വിഹിതം, സൗജന്യ ഓണക്കിറ്റുകൾ, സബ്സിഡി ഓണക്കിറ്റുകൾ തുടങ്ങിയ വൻ ആനുകൂല്യങ്ങളാണ് ഈ ഓണക്കാലത്ത് തയ്യാറാക്കുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും നിരവധി സേവനങ്ങളാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ BPL കാർഡിനായിട്ട് അപേക്ഷിച്ച അർഹരായിട്ടുള്ള 72,000-ലധികം കുടുംബങ്ങൾക്ക് കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകാനുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് AY മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം അത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയോടെ ആരംഭിക്കും. ഓഗസ്റ്റ് 25 മുതൽ വിതരണം ചെയ്യുന്ന കിറ്റിൽ അത് തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങൾ അടങ്ങിയ ഈ കിറ്റിന് ഏകദേശം 830 രൂപയോളം മൂല്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് 4 പേർക്ക് 1 എന്ന തോതിലും സൗജന്യ കിറ്റുകൾ ലഭ്യമാക്കുന്നതാണ്. ഇതിന് പുറമെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും വൻ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന അത്തം, ഉത്രാടം, തിരുവോണം എന്നീ സ്പെഷ്യൽ കിറ്റുകളും സപ്ലൈകോ ഈ ഓണക്കാലത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ 1,228 രൂപയുടെ ഉൽപ്പന്നങ്ങളുള്ള അത്തം കിറ്റ് 1000 രൂപയ്ക്കും 25 ഇനങ്ങൾ അടങ്ങിയ 1,850 രൂപയിലധികം മൂല്യമുള്ള ഉത്രാടം കിറ്റ് അത് 1,500 രൂപയ്ക്കും 30 ഇനങ്ങൾ അടങ്ങിയ 2,550 രൂപയിലധികം മൂല്യമുള്ള തിരുവോണം കിറ്റ് 2,000 രൂപയ്ക്കും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നിലവിൽ വളരെ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ജൂലൈ മാസത്തിലെ 2,000 രൂപ പെൻഷൻ നേരിട്ട് കൈപ്പറ്റുന്നവരുടെ വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർക്ക് തന്നെ ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്കുള്ളിൽ തന്നെ കൃത്യമായി എത്തിച്ചു നൽകുന്നതാണ്. ഇതിന് പുറമെ കേന്ദ്ര വിഹിതം യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്ന് സാമ്പത്തിക പ്രയാസത്തിലായിട്ടുള്ള NSAP പെൻഷൻകാരുടെയൊക്കെ തന്നെ ആശ്വാസത്തിനായിട്ട് 23 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി അഡ്വാൻസായിട്ട് നൽകാൻ വലിയ സാധ്യതയുള്ളതിനാൽ തന്നെ 4,000 രൂപ ഒന്നിച്ച് പെൻഷൻകാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതായത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശികയും അഡ്വാൻസും ചേർത്ത് ഈ ചുരുങ്ങിയ ദിവസങ്ങളുള്ളിൽ തന്നെ അർഹരായിട്ടുള്ള പെൻഷൻകാരുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്ക് വാങ്ങുന്നവർക്ക് ആ രീതിയിലും തുക ലഭിക്കുന്നതാണ്. അങ്ങനെ ഈ ഓണക്കാലത്ത് തന്നെ ഏകദേശം 6,000 രൂപയോളം തുകയാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. റേഷൻ കാർഡ് മാറ്റങ്ങൾക്കൊപ്പം തന്നെ പെൻഷൻ തുകയും ഓണം ആനുകൂല്യങ്ങളുമൊക്കെ തന്നെ എത്തുന്നതോടെ സാധാരണക്കാർക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാകുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ക്യാൻസർ, വൃക്ക, ക്ഷയരോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1,000 രൂപയിൽ നിന്ന് 2,000 രൂപയായിട്ട് ഉയർത്തിയത് നിർധനരായിട്ടുള്ള രോഗികൾക്ക് വലിയൊരു താങ്ങാവുകയാണ്. ഈ പ്രത്യേക ധനസഹായം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ ഓരോ വർഷവും അപേക്ഷ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് ഇത്തരം ഗുരുതര രോഗങ്ങൾ ബാധിച്ചാൽ ഈ ഒരു പ്രത്യേക ധനസഹായത്തിന് കൂടി അർഹതയുണ്ടായിരിക്കുമെങ്കിലും ഉയർന്ന തുക ലഭിക്കുന്ന മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ സർക്കാർ പെൻഷനുകളോ കൈപ്പറ്റുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 28 ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,215 രൂപയിലും പവന് 1,240 രൂപ കുറഞ്ഞ് 1,05,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിന് കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.